വിവാദങ്ങൾക്കൊടുവിൽ മാളയിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങൾ ചുമതലയേറ്റു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി UDF-ലെ ജോഷി കാഞ്ഞൂത്തറയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി BJP-യിലെ ജിജി മാതിരപ്പള്ളിയും ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാനായി UDF-ലെ TK ജിനേഷുമാണ് ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് ചുമതലയേറ്റത്. മാള ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് നടന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി UDF-ലെ ജോഷി കാഞ്ഞൂത്തറയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി BJP-യിലെ ജിജി മാതിരപ്പള്ളിയും ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാനായി UDF-ലെ TK ജിനേഷും തെരഞ്ഞെടുക്കപ്പെട്ടു. മാള പഞ്ചായത്തിലെ വനിതാ സംവരണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് BJP-ക്ക് വോട്ട് നൽകിയത് വിവാദമായിരുന്നു. 21 അംഗങ്ങളുള്ള പഞ്ചായത്ത് ഒരംഗത്തിന്റെ മേൽക്കോയ്മയിൽ LDF-ആണ് ഭരിക്കുന്നത്. 9 അംഗങ്ങൾ LDF-നും 8 അംഗങ്ങൾ UDF-നും 4 അംഗങ്ങൾ BJP-ക്കുമാണുള്ളത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ UDF-ന് 11 വോട്ടും LDF-ന് 9 വോട്ടും ലഭിച്ചു. ഒരു കോൺഗ്രസ് അംഗത്തിന്റെ വോട്ട് അസാധുവായി. ഇതാണ് ജോഷി കാഞ്ഞൂത്തറയ്ക്ക് ചെയർമാനാകാൻ വഴി തുറന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് 10 വോട്ട് ലഭിച്ചു. 4 അംഗങ്ങൾ മാത്രമുള്ള BJP-ക്ക് കോൺഗ്രസ് പിന്തുണ നൽകിയതിനാലാണ് 10 വോട്ടോടെ ആധിപത്യം നേടാനായത്. നിലവിൽ സ്ഥിരം സമിതിയിൽ 2 പേർ കോൺഗ്രസ് അംഗങ്ങളും ഒരാൾ BJP അംഗമായും ഭരണത്തെ നിയന്ത്രിക്കും. മീഡിയ ടൈം, മാള.